അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. സ്വർഗത്തിൽ പ്രവേശനം നേടാത്ത 3 വിഭാഗക്കാർ ആരാണ്? ആൻസർ: കൈവിഷത്തെ സത്യമാക്കുന്ന ആളുകൾ, മാരണത്തെയും കൂടോത്രത്തെയും ശക്തിപ്പെടുത്തുന്ന ആളുകൾ. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കൈവിഷം, കൂടോത്രം ഒക്കെ തട്ടിപ്പാണ്. അതുകൊണ്ടൊന്നും മനുഷ്യനെ പാട്ടിലാക്കാൻ പറ്റില്ല. ഏലസ്സുകൾ, മന്ത്രങ്ങൾ, ചില ഭാര്യമാർ ഭർത്താവിനെ വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന മന്ത്രങ്ങൾ, അതൊക്കെ ശിർക്കാണ്, ബഹുദൈവ വിശ്വാസത്തിൽ പെട്ടതാണ്. രണ്ടാമത്, ധാരാളം ലഹരി പദാർത്ഥം കഴിക്കുന്ന വ്യക്തി, അതായത് മുഴുകുടിയൻ. മൂന്നാമത്, കുടുംബബന്ധം നിഷേധിക്കുന്നവൻ. ഈ 3 വിഭാഗക്കാരാണ് സ്വർഗത്തിൽ പ്രവേശനം നേടാത്തവർ. മറ്റൊരു ക്വസ്റ്റ്യൻ: അയ്യാമുൽ തസ്രീഖിൻ്റെ ദിനങ്ങളേതാണ്? ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ആൻസർ: ദുൽഹജ്ജ് 10 കഴിഞ്ഞാൽ 11, 12, 13 ദിനങ്ങൾ അയ്യാമുൽ തസ്രീഖിൻ്റെ ദിനങ്ങളാണ്. 11 തക്ബീർ ചൊല്ലേണ്ട ദിനങ്ങളാണ്. 12 മുതൽ അയ്യാമുൽ തസ്രീഖിൻ്റെ ദിനം അവസാനിക്കുന്നത് വരെ, അതായത് 13 അവസാനം വരെ, ബലി അറുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അനുവദിക്കപ്പെട്ട ദിനമാണ്. ദുൽഹജ്ജ് 10-ന് ശേഷമുള്ള ഈ ദിവസങ്ങൾ തക്ബീറുകൾ അധികം ചൊല്ലേണ്ട ദിനങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ എല്ലാ ഇബാദത്തുകളും സുന്നത്തുകൾ നിറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ കൂടുതൽ നിമിത്തമാകുന്നത്, അതായത് 2 കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ജനങ്ങൾ സ്വർഗത്തിലും 2 കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകൾ നരകത്തിലും പോകും. ആ കാര്യങ്ങൾ എന്താണ്? മറ്റൊന്ന്, ശൈത്താൻ നമ്മുടെ വിചാരങ്ങളിൽ തടസ്സപ്പെടുത്തുമ്പോൾ നാം എന്തു ചെയ്യണം? ഇൻഷാ അല്ലാഹ്.